എന്തോ കുഞ്ഞാപ്പ ഇവിടെ നിക്കണേ? ജാളെ പേടിപ്പിച്ചില്ലേ സൽമാത്ത? പെട്ടെന്ന് വന്നപ്പോ ഞാൻ പേടിച്ചില്ലേ? അന്നോട് പറയാൻ സൽമാത്ത, ഒന്നും പറയാണ്ടെങ്കിൽ പൈച്ചിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ. അല്ല കുഞ്ഞാപ്പോ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അപ്പൊ ആരെ കാത്തിരിക്കുന്നത്? ഒന്നും പറയുന്നുണ്ട് സൽമാത്ത, ചോറൊന്നും കഴിച്ചിട്ടില്ല. മാമൻ കളിച്ചിട്ട് വന്നേ. ഇപ്പൊ 4 പോയിട്ട് ഇപ്പൊ വന്നതാട്ടാ. എന്നോട് പറയാന് താത്ത. എന്നിട്ട് മാമൻ വന്നപ്പോ മാമൻ പാവാണ്. മാമനക്ക് എല്ലാരും മാണെന്നുണ്ട്. അപ്പൊ മാമി കൂടി അമ്മായി കൂടി ഞങ്ങളെ പെരേക്ക് വന്നപ്പോ എന്നോട് ഉമ്മാനോടൊക്കെ ചെല്ലാൻ പറഞ്ഞു. അപ്പത്തേന്റെ അമ്മായിന്റെ മുഖം ജാതി. എന്നിട്ട് മാമനൊരു നോട്ടോ. അപ്പൊ ഞങ്ങള് റിമ്മ പറയും നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ മോളെ എന്നോട് പറയാം ഞങ്ങൾ ഇവിടെ വന്നതാണ്, ചോറൊക്കെ അയക്കണ്. അപ്പൊ അമ്മായി പറയാ മാമൻ കടയിലേക്ക് പോയിക്കണ്, മാമൻ വന്നിട്ടൊരു ചോറ് തിന്നാറ്. എനിക്കങ്ങനെ പൈച്ചിട്ടേ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. എന്താ ചെയ്യാ കുഞ്ഞാപ്പോ നിക്കണ്ട, ഇപ്പൊ ആ കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കാം. ചായ അടിക്കണമെന്നൊക്കെ ഉണ്ട്. എന്റെ കച്ചിലാണെങ്കിൽ കായില്ല. ഇപ്പൊ എന്താ ചെയ്യാ? എന്നെ ബുദ്ധിമുട്ടിക്കണ്ടേ? എന്റെ ഉണ്ട് പൈസ, നമുക്ക് ചായ കുടിക്കാവാ. എന്താ എന്നാ ഞാൻ റെഡിയാണ്. ചായയും കടിയും കാണാം. അപ്പൊ ചായ പറഞ്ഞിട്ട് വരുമോ? അനക്ക് ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട, കുഞ്ഞാപ്പ് കുടിച്ചോട്ടെ. എന്താ കൊടുക്കാണ്? അനക്ക് പോണണ്ടാ? വേണ്ട. എന്തെങ്കിലും വേണ? മതി വയറ് പൊട്ടാനൊക്കെ നീ അമ്മായി ചോറ് എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ആ ചോറ് തിന്നിട്ട് അമ്മായിക്ക് വിഷമാവൂലേ? ഇത് കായ എടുത്തിട്ട് വെച്ച് പോരാ. പിന്നെ ഒരു ലൈസും മേടിച്ചട്ടാ. ചായയുടെ പൈസ എത്ര? 400 രൂപ. 400 രൂപ? ഒരു ചായക്കും കടിക്കും 400 അല്ല, അവൻ കുറെ തിന്നുകയാണ്. ഒരു ചായക്കും കടിക്ക് 20 രൂപ ഉള്ളു. അതുകൊണ്ടാണ് 400. മറ്റോ തിന്നേണ്ടി വല്ല 400. എന്റെ കയ്യിൽ ആകെ 20 രൂപ ഉണ്ട്. ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ മതിയാ? ഗൂഗിൾ പേ ഇല്ലേ, ഞങ്ങൾ ഗൂഗിൾ പേ എടുക്കുന്നില്ല. എന്റെ കയ്യിൽ 20 രൂപ ഉണ്ട്, ബാക്കി ഞാൻ പിന്നെ തന്നാ മതിയോ? അതൊന്നും പറ്റൂല, പൈസ ഉണ്ട് തരണം. കാരണം നിങ്ങൾ കുറെ ആളുകളുണ്ട് ഇതേപോലെ തന്നെ ഹോട്ടലിൽ വന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകും. ലാസ്റ്റ് ഗൂഗിൾ പേ പൈസ ഉണ്ടാവില്ല. അതൊന്നും നടക്കില്ല, പൈസ ഉണ്ട് തരണം. കൊറേ നേരം പോയിട്ട് ഇങ്ങനെ ലൈസ് മേടിച്ചു വരാത്തത്? എന്റെ ലൈസ് എന്നെ കണ്ട തന്നെ കുടിയേക്കുന്നു. അല്ല പോലെ പൈസ വന്നിട്ട് വേണം പോവാന്. അങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റില്ല, പൈസ വന്നിട്ട് വേണം പോവാന്. പൈസ പറ്റിച്ച് പോവൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പൈസ വാങ്ങിട്ട് തന്നെ വിടുള്ളൂ. നിങ്ങൾ ഇന്ന് രാവിലെ അങ്ങോട്ട് ഇറങ്ങും. ഇതേമാതിരി കുറെ ടീമുണ്ട്. ഒക്കെ കഴിച്ചതിന്റെ ശേഷം പിന്നെ പൈസ ഇല്ലാന്ന് പറയും. അപ്പൊ പൈസ തന്നിട്ട് തന്നെ പോയാൽ മതി. ഞാൻ ഇതിലേക്ക് പോകുമ്പോ കുറെ നേരം നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. എന്താ പ്രശ്നം? എന്റെ കുഞ്ഞാക്ക ഒന്നും പറയണ്ട, ഞാൻ ഈ ചെക്കന് ഒരു ചായ മേടിച്ചു കൊടുത്തതാ. 400 രൂപ അവിടെ കൊടുക്കാനുണ്ട്. അവർക്ക് ഗൂഗിൾ പേ അല്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്താ സിനിമ ഒരു ചായയും കടിക്കും 400 രൂപ? ഏത് ചായക്കടയെന്നാ ചായ വാങ്ങിച്ചത്? അവരോടൊന്നും ചോദിക്കന്നെ വേണമല്ല 400 രൂപ. കുഞ്ഞാക്ക ചോദിക്കണ്ട, ഈ ചെക്കൻ 400 രൂപക്ക് തിന്നിട്ടുണ്ട്. ഇപ്പൊ 400 രൂപയ്ക്ക് ആ ചെക്കൻ ചായയും കടി തിന്നില്ലെങ്കിൽ വിശന്നിട്ടില്ല, പാവല്ലേ. അതിന്റെ പൈസ ഞാൻ കൊടുക്കാം. ലൈസ് കൂടി വാങ്ങണട്ടാ. എന്താണ് കുഞ്ഞാപ്പ പന്നികൾ ചോടണ്? ഞാൻ എന്നെ പന്നീന്ന് വിളിക്കല്ല, എന്നോട് പറയാനേ എത്ര പോരം പന്നിയാണ് അവിടെ കുത്താൻ വന്ന്. പന്നികളല്ലാണ്ട് ശ്രദ്ധിച്ച് നടന്നോളുണ്ട്. അതിനൊന്നും കാട്ടാൻ പാടില്ലായിരുന്നു ഇമ്മ. കാട്ടണ്ട, കേസാവും. ഒന്നും കാട്ടാനൊന്നും നിക്കണ്ട. പിന്നെ അല്ലല്ല രാവിലെ തൊട്ട് എന്നെ ഇവിടെ കാണാനില്ലല്ലോ അന്നിമ്മാന്. കാണാ മാമ വന്ന് ഞങ്ങളാണ്ട് പോയതല്ലേ. ഞാനും ഉമ്മയും പോയിന്ന്, മൂത്തുമ്മ അവരൊക്കെ വന്നിട്ടാ. മോനെ എന്നോട് പറയാനിക്ക് മാമ വന്നിട്ട് ചോറിക്കാന്ന് അമ്മായി പറഞ്ഞപ്പോളേ എനിക്ക് പൈച്ചീട് കഴിയാറ് ഞാൻ അവിടെ നിൽക്കുമ്പോ അമ്മ സൽമാനെ കണ്ടിട്ടാ. പാവാടാ, സൽമക്ക് പയമ്പോരും ചായ ഒക്കെ മേടിച്ചെന്ന് കൊള്ളോന്ന് ഉറച്ച് കുടിച്ചിട്ടാ. എന്നിട്ട് ഞാന് ചെന്നപ്പോ ഉണ്ട് മാമ വന്നിട്ട് ചോറ് വാങ്ങിക്കണം.
തിന്നാൻ പോവല്ലടാ രസം ഉണ്ടാവില്ലേ രസം ലേറ്റ് ആവൂലേ എത്ര ചായ കുടിച്ച് എത്ര ഭയങ്കര തിന്നിക്കണ് ആ ഹോട്ടലുകാരനെ പൊളിപ്പിച്ചാ അല്ല കാലിയാക്കിയ കട ഇനി ഉണ്ടെന്ന് അറിയില്ല. സൽമാനെ പൊളിപ്പിച്ചിണ്ടാവൂലേ? സൽമ പാവാണ്. ലേസ് മേടിക്കാറിനപ്പോ ഒരാള് വന്നിട്ടാ ലേസ് തന്നില്ല. ലേസ് അവിടെ ഇല്ലാന്ന് അറിഞ്ഞി. എന്നിട്ട് മോനെ മാമ ചോറ് നിനക്ക് തിന്നാൻ മതി, ഞാൻ കുറച്ച് തിന്നിട്ടോളും. തിന്നാൻ പറ്റില്ലേ നടാ? എങ്ങനെ തിന്നാൻ പറ്റും? വയറ് അറിഞ്ഞ പിന്നെ എന്തെങ്കിലും തിന്നടാ വെച്ച് ഞാൻ പറഞ്ഞു വായക്കാപ്പൊരി തിന്നു. ഉമ്മ അറിഞ്ഞി കൊച്ചാൻ കട്ടാനേ അവിടെ ബിരിയാണി വെച്ചാൽ അത് തിന്നാനില്ലേ അറിഞ്ഞു. അപ്പൊ ഞാൻ അമ്മ അറിഞ്ഞ നിങ്ങൾ പെരേക്ക് കൊണ്ടുപോയി. ഉമ്മ അറിയാലോ എന്നോട്, ഏടാ മൂത്തമാന്റെ മാരല്ല അമ്മായി, അങ്ങനെ തരുന്നില്ല, അവര് കണക്കിനെ വെക്കുള്ളൂ. കിട്ടിയില്ലടാ. ഇന്ന് വരാൻ നേരത്തെ ഉമ്മ അറിയിച്ചാണ്ട് പോയിക്കോ, ഞാൻ നബീസാത്താടെ പോയിട്ട് വരാന്നിട്ട് ഉമ്മാണ്ട് പോയി. ഇനിയിപ്പോ എനക്ക് ഇപ്പൊ ഉച്ചക്കൊന്നും വേണ്ടല്ലോ അല്ലേ? പള്ളം നിറഞ്ഞടാ. ഞാൻ ഇനി ഉമ്മ പറഞ്ഞിട്ട് പോയിട്ട് കട്ടൻ ചായ ഉണ്ടാവും, തണുത്തിക്കണത്രേ, അത് കുടിച്ചിട്ട് അവിടെ കിടന്നോന്ന് അറിഞ്ഞു. ഞാൻ ഈ കട്ടൻ ചായയും കുടിച്ചിട്ട് അവിടെ കിടക്കട്ടെ. തീരെ എപ്പോ പോയതാ? രാവിലെ പോയതാ? രാവിലെ പോയതാണ്. അല്ലാത്ത ആൾക്കാര് ചോറ് എങ്ങനെ എത്ര പോലെ നേരം വെക്കും. ആ കാര്യമല്ല ഞാൻ മായക്കാസ്പോരി തിന്നത്. സൽമ പാവാണ് കേട്ടാ. എവിടെ കണ്ടു സൽമാനെ? ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ സൽമ അവിടെ കൊടുക്കാൻ വന്നതാണ്. അമ്മായിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആടാ ആ കാക്ക കായ് കൊടുത്തത്. സൽമാനത് കായില്ലാന്ന് പറഞ്ഞു. സൽമ എന്താ കറിയൊക്കെ ചെയ്ത് എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ. തീറ്റയല്ലേ ചെയ്ത് സൽമാനെ പാവം പൊളിപ്പിച്ചിട്ടുണ്ടാവും. സൽമാനെ പൊളിപ്പിച്ചിട്ടൊന്നുമില്ല, എന്റെ വയറാണ് പൊളിഞ്ഞത്. ഞാൻ പോട്ടെടാ. ആരാന്റെ അതാണെങ്കിലും കുഞ്ഞാപ്പോ അവനവന്റെ വയറാണ് നോക്കണം. ഞാൻ പോട്ടെ. ഞാൻ പന്നിയായിട്ട് വന്ന് ഇന്നെ കുത്തിയാലോ? എവിടേക്കാ ധൃതിയിൽ പോണേ? ഞാൻ പോവാണ്.